ഓക്കെ, നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എഡി കറണ്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. എഡി കറണ്ട് എഫക്റ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന ചേഞ്ചസ് കാരണം എമിറ്റ് ചെയ്യുന്ന കറണ്ടിൽ വരുന്ന വേരിയേഷൻ, ആ കറണ്ടിനെയാണ് നമ്മൾ എഡി കറണ്ട് എന്ന് പറയുന്നത്. ഈ എഡി കറണ്ട് വെച്ചിട്ട് ട്രാൻസ്ഡ്യൂസേഴ്സിൽ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് പൊസിഷനാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതിൽ സെറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ, ഒരു ആക്റ്റീവ് കോയിൽ, ഒരു ബ്രിഡ്ജ് സർക്യൂട്ട്, ഇത്രയും, പിന്നെ ഇതൊരു പ്രോബിനകത്താണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഈ കോയിലിന്റെയും ഈ കണ്ടക്ടിങ് മെറ്റീരിയലിന്റെയും ക്ലോസ്നെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് എഡി കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഡിസ്റ്റൻസ് വളരെ കുറയുമ്പോൾ കറണ്ട് കൂടുതലായിരിക്കും. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് കറണ്ടിന്റെ കാൽക്കുലേഷൻ, അതായത് കറണ്ടിന്റെ വേരിയേഷൻ, അത് കറണ്ട് കിട്ടുന്ന വോൾട്ടേജ് കുറയും. ഓക്കെ, ഇങ്ങനെയാണ് മെഷർമെന്റ് ചെയ്യുന്നത്. ഇതിന് അഡ്വാൻറ്റേജ് പറഞ്ഞിരിക്കുന്നത് എക്കണോമിക്കലാണ്, വളരെ റഫ് കണ്ടീഷൻ, അതായത് എൻവിറോൺമെന്റിൽ, നമ്മൾ ഇൻഡസ്ട്രിയൽ എൻവിറോൺമെന്റ് റഫ് കണ്ടീഷൻസിൽ ഇത് ഉപയോഗിക്കാൻ വളരെ യൂസ്ഫുൾ ആണ്. അതേമാതിരി ഇൻസെൻസിറ്റീവ് മെറ്റീരിയൽ ആയതാണ്, ഗ്യാപ്പ് ബിറ്റ്വീൻ കണ്ടക്ടർ വെച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ ടെമ്പറേച്ചറിൽ പെട്ടെന്ന് സെൻസിറ്റീവാണ്, ടെമ്പറേച്ചർ വേരിയേഷൻ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അതുമാതിരി നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസിനകത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസിനകത്ത് മാത്രമേ പറ്റുള്ളൂ. അതേമാതിരി ചെറിയ ഡിസ്റ്റൻസിലാണ് നമ്മളെ പ്രോബ് വെച്ചെങ്കിൽ നമുക്ക് അക്യുറേറ്റ് റിസൾട്ട് കിട്ടും. പക്ഷേ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് അക്യുറേറ്റ് റിസൾട്ട് കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുന്നത്.